പരീക്ഷ 10 വർഷങ്ങൾക്ക് ശേഷം 2026 സെപ്റ്റംബർ 12-ാം തീയതി നടക്കുകയാണ്. ഇത് സംബന്ധിച്ച് രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിൽ അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു. തയ്യാറെടുക്കൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇനി പരീക്ഷയെ പറ്റിയും സിലബസിനെ പറ്റിയും അറിയാം. ഭാഗം 1, ഭാഗം 2 എന്നിങ്ങനെ 2 ഭാഗങ്ങളിലായി 100+100 എന്ന മാർക്കിന്റെ അനുപാതത്തിൽ 200 മാർക്കിലാണ് പരീക്ഷ. ഭാഗം 1 തിയറി പേപ്പറും ഭാഗം 2 ആധാരങ്ങളുടെ മാതൃക അല്ലെങ്കിൽ നക്കൽ തയ്യാറാക്കുന്ന പരീക്ഷയുമാണ്. 100+100 എന്ന മാർക്കിന്റെ അനുപാതത്തിൽ 40+40 എന്ന മാർക്കാണ് അടിസ്ഥാന മാർക്കായി ഒരു ഉദ്യോഗാർത്ഥി പാസ്സാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മാർക്ക്. അതിനാൽ ഓരോ ഭാഗത്തും 40+40 എന്ന മിനിമം മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. ഇനി ഭാഗം 1 തിയറി പേപ്പറുകൾ പരിചയപ്പെടാം. ഭാഗം 1 പഠിക്കേണ്ടതായ പുസ്തകങ്ങൾ: 1960 ആധാരം എഴുത്തുകാരുടെ ലൈസൻസ് ചട്ടങ്ങൾ, 1960 മുദ്രപത്ര നിർമ്മാണവും വിൽപ്പനയും, 1908 രജിസ്ട്രേഷൻ നിയമം, 1959 മുദ്രപത്ര നിയമം എന്നിങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഭാഗം 1 പഠിക്കാൻ ഉള്ളത്. ഭാഗം 2 തയ്യാറെടുക്കൽ പരീക്ഷയാണ്. പലതരം ആധാരങ്ങളുടെ മാതൃക തയ്യാറാക്കി എഴുതേണ്ടത് അനിവാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ടവ തീരാധാരം, ദാനാധാരം, പണയാധാരം, ഇഷ്ടദാന ആധാരം, ഭാഗാധാരം, പൊതുമുക്തിയാർ, വാടക ചീട്ട്, പാട്ടക്കരാർ എന്നിവയാണ്. അതുകൂടാതെ അതിന്റെ രജിസ്ട്രേഷൻ ഫീസും മുദ്രവിലയും കണക്കാക്കി എഴുതുന്നതും ഈ ഭാഗത്താണ്. കൃത്യമായ സിലബസിന്റെ അറിവാണ് കൃത്യമായ പഠനത്തിന്റെ സഹായി. അതിനാൽ കൃത്യമായ സിലബസിലൂടെ വിജയം കൈവരിക്കാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. മറക്കണ്ട, പരീക്ഷ സെപ്റ്റംബർ 12-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.